ഓക്കെ. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻലൈൻ സ്റ്റൈലിങ്ങിനെ പറ്റിയാണ്. ഓക്കെ. സോ ഇൻലൈൻ സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ എലമെന്റ് ഇപ്പൊ നമ്മളുടെ HTML എലമെന്റിനകത്ത് നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റൈലിംഗ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ നോർമൽ HTML-നകത്ത് നമ്മൾ സ്റ്റൈൽ എങ്ങനെ കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളിവിടെ സ്റ്റൈൽ ഈക്വൽ ടു നോർമൽ HTML ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കളർ പറയുന്നത് റെഡ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എറർ കാണിക്കും. അതായത് ദ സ്റ്റൈൽ പ്രോപ്പ് എക്സ്പെക്ട്സ് എ മാപ്പിംഗ് ഫ്രം സ്റ്റൈൽ പ്രോപ്പർട്ടീസ് ടു വാല്യൂസ് നോട്ട് എ സ്ട്രിംഗ്. ഓക്കെ. ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ, അതായത് റിയാക്ടിന്റെ കേസിൽ വരുമ്പോൾ സ്ട്രിംഗ് ആയിട്ടല്ല, പകരം നമ്മൾക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വേണ്ടത്. സോ ഇവിടെ എക്സാമ്പിൾ തന്നെ തന്നിട്ടുണ്ട്, ഇങ്ങനെ മാർജിൻ റൈറ്റ് സ്പേസിംഗ് എന്ന് പറഞ്ഞ വെൻ യൂസിങ് JSX. സോ ഈ ഒരു ഫോർമാറ്റിൽ വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്, സ്ട്രിങ്ങിലല്ല നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ മാറ്റിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ സ്റ്റൈലിന് നമുക്ക് ഓരോ കീസ് ഉണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്യുന്ന കളറാണ് എനിക്ക് വേണ്ടത്. സോ കളർ വരുമ്പോൾ നമുക്ക് ഡിഫറെന്റ് കീസ് നമുക്ക് ഇവിടെ കിട്ടും. സോ ഈ കീ നെയിം വേണമായിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് അലൈൻ, സാധാരണ നമ്മൾ ടെക്സ്റ്റ് അലൈനിന്റെ CSS ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ വരുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് അലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ. ഇപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ഒരു കളർ എന്ന് പറഞ്ഞു കൊടുക്കാം. കളർ എന്ന് പറയുന്നത് ബ്ലൂ. നമുക്ക് ബ്ലൂ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ലേബൽ ഇവിടെ ബ്ലൂ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ P ടാഗിൽ നമ്മുടെ ഇവിടെ കളർ ബ്ലൂ വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇൻലൈൻ സ്റ്റൈൽ കൊടുക്കുന്നത്. സോ ഇവിടെ CSS-നകത്ത് ഓൾറെഡി ഇവിടെ ഒരു കളർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ ഹെഡർ പഴയതുപോലെ ആക്കാൻ പോകും. ഓക്കെ. ഇവിടെ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡർ ഡോട്ട് CSS-നകത്ത് ഓൾറെഡി ഇവിടെ ഒരു കളർ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവിടെയും കളർ ബ്ലൂ ആണ് കൊടുത്തത്. ഇവിടെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻലൈൻ സ്റ്റൈൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇൻലൈൻ സ്റ്റൈലിംഗിന്റെ ആയിരിക്കും ആദ്യം നമ്മുടെ സ്റ്റൈലായിട്ട് കൺസിഡർ ചെയ്യണം. ഇവിടെ ഇപ്പൊ രണ്ട് സ്റ്റൈലാണ് വന്നിട്ടുണ്ട്, രണ്ട് കളർ വന്നിട്ടുണ്ട്. ആദ്യത്തെയാണ് കളർ ഈ ഒരു കളറിലെ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത്. രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ കളർ ബ്ലൂ ആണ് നമ്മൾ കൊടുത്തത്. സോ ഈ സെക്കൻഡ്, അതായത് ഏതാണോ ലേറ്റസ്റ്റ് സ്റ്റൈൽ ഉള്ളത് അതാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ഇങ്ങനെ ഒരു ഇൻലൈൻ സ്റ്റൈൽ നമ്മൾ കൊടുക്കുന്ന രീതി. നമുക്ക് വേണമെങ്കിൽ ഒരു ഡൈനാമിക്കും അല്ലെങ്കിൽ അത് കണ്ടീഷണൽ സ്റ്റൈലിംഗ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഞാനിത് തൽക്കാലം ഇത് പഴയതുപോലെ ആക്കുകയാണ്. അപ്പൊ നമ്മൾ ഓത്ത് ഇൻപുട്സിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, ഇൻപുട്ടിന്റെ ഇവിടെ നമ്മളിവിടെ ഒരു ക്ലാസ് നെയിം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ക്ലാസ് നെയിം എന്ന് പറയുന്നത് കണ്ടീഷണൽ ആണ്, അതായത് ഇമെയിൽ നോട്ട് വാലിഡ്. ഇവിടെ നമ്മൾ ഇമെയിൽ നോട്ട് വാലിഡിന്റെ വേരിയബിളിനകത്ത് സബ്മിറ്റഡ് ആൻഡ് നോട്ട് എൻറ്റേർഡ് ഇമെയിൽ ഇൻക്ലൂഡ്സ് ആറ്റ്, അതായത് ഇമെയിലിന്റെ ഫോർമാറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഇത് ട്രൂ ആവും. ട്രൂ ആവുമ്പോൾ ഇൻവാലിഡിന്റെ സ്റ്റൈൽ ആയിരിക്കും എടുത്തോണ്ട് വരുന്നത്. ഇൻഡെക്സ് ഡോട്ട് CSS-നകത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ലേബൽ ഇൻവാലിഡ്, ഇൻപുട്ട് ഇൻവാലിഡ് എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ക്ലാസ് നെയിം ഇവിടെ നമുക്ക് കണ്ടീഷണൽ എങ്ങനെ നമുക്ക് ഇൻലൈൻ സ്റ്റൈലിംഗിനകത്ത് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാം. ഇവിടെ ക്ലാസ് നെയിം കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കമന്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് കളർ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞു കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറിന്റെ പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട്. കീ ഇവിടെ എടുത്തു. എന്നിട്ട് നമ്മളിവിടെ കണ്ടീഷൻ ആയിട്ട് കൊടുക്കാൻ പോവാം. സോ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. സോ ഇവിടെ ഞാൻ ഇവിടെ ഇമെയിൽ നോട്ട് വാലിഡ് ആണെങ്കിൽ, എന്തായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയിരിക്കണം. തൽക്കാലം നമുക്ക് റെഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ എംറ്റി
എം ടി എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹെഡർ ഡോട്ട് ജി ഹെഡർ ഇൻഡെക്സ് ഡോട്ട് സി എസ് എസിനകത്ത് വരുമ്പോൾ നമുക്ക് കൺട്രോൾസിന്റെ നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ വൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇമെയിലിനിവിടെ സൈൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത് മൊത്തം ഇവിടെ റെഡ് ആയി. സോ നമുക്ക് ഇൻലൈൻ സ്റ്റൈലിംഗിലും നമുക്ക് കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ഡൈനാമിക് ആയിട്ടും നമുക്ക് ചെയ്യാം. സോ ഇൻലൈൻ സ്റ്റൈലിംഗ് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്, അതായത് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ എലിമെന്റ്സിലും നമ്മൾ അതിന് സ്റ്റൈലിംഗ് പറഞ്ഞു കൊടുക്കും. സോ ആ കൊടുക്കുന്ന സ്റ്റൈലായിരിക്കും അത് എടുക്കുന്നത്. പക്ഷെ ഇതിന് കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്, അതായത് നമ്മൾ ഓരോ എലിമെന്റ്സിലും നമ്മൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഒബ്ജക്റ്റ് ആണ്. സോ നമ്മളിപ്പോ ഇൻപുട്ട് എനിക്ക് ഈ ഇൻപുട്ടിലാണ് ഉണ്ടെന്ന് വിചാരിച്ചു. സോ മൾട്ടിപ്പിൾ ഇൻപുട്ട് വരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻലൈൻ സ്റ്റൈലിംഗ് കൊടുക്കാൻ കുറച്ച് പാടായിരിക്കും, എസ്പെഷ്യലി ലാർജ് പ്രോജക്ട്സ് ചെയ്യും. സോ ഇതാണ് ഈ വീഡിയോയിലാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈലിങ്ങിനെ പറ്റി നമുക്ക് എങ്ങനെ ചെയ്യാം, ഓക്കെ, ഡൈനാമിക് ആൻഡ് കണ്ടീഷണൽ എങ്ങനെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കി. സോ അടുത്ത നമ്മൾ ക്ലാസ് നെയിം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കണ്ടീഷനായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം.